1975 പ്രയാണം തുടങ്ങിയ ആദ്യം ദ്വൈവാരികയായും പിന്നീട് വാരികയായും കേരളത്തിൻ്റെ ഇസ്ലാഹി ചരിത്രത്തിൽ അക്ഷരവെളിച്ചം നൽകിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശ ജിഹയായ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുള്ള ഷബാബ് വാരിക ഒരു പ്രസിദ്ധീകരണം തുടങ്ങിയത് മുതൽ പ്രസാധനം മുടങ്ങാതെ 50 വർഷം പൂർത്തിയാക്കുക എന്നുള്ളത്, അതും കേരളത്തിലെ മലയാളം പോലുള്ളൊരു പ്രാദേശിക ഭാഷയിൽ സജീവമായി അച്ചടി രംഗത്ത് നിലനിൽക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിലെ തങ്കലിപികളാൽ ചേർക്കപ്പെടേണ്ടതാണ്. പ്രസാധന രംഗത്ത് ഷബാബിൻ്റെ തുടക്കകാലം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും പടപുരുതി അക്ഷരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്താണ് ഷബാബ് മുന്നോട്ട് പോയത്. ഷബാബിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ആദർശത്തെ അതിൻ്റെ തനിമ ചോരാതെ മലയാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം അതിൻ്റെ ഒന്നാമത്തെ ലക്കം മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ ആ അക്ഷരപ്രയാണം പല കാലഘട്ടങ്ങളിലൂടെ അത് കടന്നുപോയി. ഓരോ കാലഘട്ടത്തിലും കേരളത്തിലെ മുസ്ലിം സമൂഹം, വിശിഷ്യ മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മതപരിഷ്കരണ രംഗത്ത്, മതപ്രബോധന രംഗത്ത് ഏതെല്ലാം രൂപത്തിലാണോ ഇടപെടേണ്ടത് അതിന് ദിശാബോധം നിർവഹിക്കുക, അതിന് ദിശ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന മഹത്തായ ദൗത്യമാണ് ഷബാബ് വാരികയ്ക്കുണ്ടായിരുന്നത്. ഷബാബ് ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം അതാണ്. ഇന്നാണെങ്കിൽ സമകാലിക മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. സമകാലിക മുസ്ലിം സമൂഹവും കേരളീയ സമൂഹവും ഈ രൂപത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ അതിലുപയോഗിക്കുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ അച്ചടക്കത്തോടെ ആയിരിക്കണമെന്ന് ഷബാബിന് ആഗ്രഹമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ഷബാബിന്റെ വേളയിൽ അതിൻ്റെ 50ാമത് വാർഷിക പതിപ്പ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരികയാണ്. മലയാളത്തിൻ്റെ ഇസ്ലാമിക വായനക്ക് 50 ആണ്ട് എന്നതാണ് ഈ ഗോൾഡൻ ജൂബിലി പതിപ്പിൻ്റെ പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത്. 50 വർഷക്കാലം കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ രേഖപ്പെടുത്തുക എന്ന് പറയുന്ന വലിയ ചരിത്രപരവും വൈജ്ഞാനികവുമായ ഉത്തരവാദിത്തമാണ് ആ പതിപ്പിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. കേരളീയ മുസ്ലിങ്ങളുടെ സാംസ്കാരികമായ മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, വിദ്യാഭ്യാസ മാറ്റങ്ങൾ, വൈജ്ഞാനിക രംഗത്തുണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ സംഭാവനകൾ തുടങ്ങി സംഘടനാ സങ്കുചിതത്വങ്ങളില്ലാതെ തന്നെ ഈ സമുദായത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയപരവും ആദർശപരവുമായ മാറ്റങ്ങളെ, അതിനുണ്ടായിട്ടുള്ള പരിണാമങ്ങളെ രേഖപ്പെടുത്തുന്ന എന്ന ശ്രമകരമായ ദൗത്യമാണ് ഈ ജൂബിലി പതിപ്പിലുള്ളത്. അതുമാത്രമല്ല, 50 വർഷത്തെ ഷബാബിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തിൽ പണിയെടുത്തിട്ടുള്ള, അതിൻ്റെ കൂടെ നടന്നിട്ടുള്ള, നിറം പകർന്നിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇവരിൽ പ്രമുഖരുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള അഭിമുഖം ഈ ഗോൾഡൻ ജൂബിലി പതിപ്പിലുണ്ട്. പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. ജീവിച്ചിരിക്കുന്ന പലരെയും പരമാവധി അതിൽ ഉൾപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷബാബിൻ്റെ വായനക്കാരുടെ അനുഭവങ്ങൾ, ഷബാബ് പലരും പല രൂപത്തിലാണ് അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഷബാബിൻ്റെ വായനക്കാർ പലതരത്തിലുള്ളതാണ്. ആ വായനക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന വായനാ വിഭവങ്ങൾ, അതിനെക്കുറിച്ച് അവരുടെ ആസ്വാദനം, അത് ആ ഷബാബിൻ്റെ പതിപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എന്തുകൊണ്ടും പ്രസക്തമാകുന്ന രൂപത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു സുവർണ ജൂബിലി പതിപ്പാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഷബാബ് കേരള മുസ്ലിങ്ങൾക്കിടയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക ദൗത്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഒരു സമുദായം എന്ന നിലയിൽ രാഷ്ട്രീയപരമായ വെല്ലുവിളികളുണ്ടാകും, സാംസ്കാരികവും ആദർശപരവുമായ വെല്ലുവിളികളുണ്ടാകും. ഈ സമയത്ത് ബൗദ്ധികവും കൃത്യവുമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിക്കുവാൻ സമുദായത്തെ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് ഷബാബ് നിർവഹിച്ചിട്ടുള്ളത്. അതിലേക്കുള്ളൊരു വൈജ്ഞാനിക മൂലധനം, സാംസ്കാരിക മൂലധനം എന്ന നിലയിലാണ് ഈ ഗോൾഡൻ ജൂബിലി പതിപ്പ് പുറത്തിറങ്ങുന്നത്. 360-ലധികം പേജുകളുള്ള ഈ പതിപ്പ് വളരെ മനോഹരമായ അച്ചടി പൂർത്തീകരിച്ച് നിങ്ങളുടെ കൈകളിലെത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അത് വായനക്കാരുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രകാശനത്തിന് കാത്തു നിൽക്കാതെ തന്നെ വായനക്കാരിലേക്ക് എത്തിക്കുക. കാരണം മലയാളത്തിൻ്റെ ഇസ്ലാമിക വായന എന്ന് പറയുന്നത്, അത് എങ്ങനെയാണ് അതിനെ വായിച്ചെടുക്കുക എന്ന് പറയുന്ന ആ ദൗത്യത്തെ വായനക്കാർക്ക് പരിചിതമാക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇസ്ലാമിക വായന എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിനെ വായിക്കൽ മാത്രമല്ല, നിലനിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന സമൂഹത്തെ, ആ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്ലാമിക ദൃഷ്ടിയിൽ, ഇസ്ലാമികിന്റെ വീക്ഷണകോണിൽ ആ സമൂഹത്തെ വായിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ട്.
ചരിത്ര പഠനത്തിന്റെയും സാംസ്കാരിക പഠനത്തിന്റെയും ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അപഗ്രഥനം നടത്തിയാണ് ആ വിശകലനം തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ശ്രമകരമായ ഒരു വൈജ്ഞാനിക ദൗത്യമാണ് ഈ ഗോൾഡൻ ജൂബിലി പതിപ്പിലൂടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ആരെയും ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഗോൾഡൻ ജൂബിലി പതിപ്പ് ഈ പ്രകാശന വേദിയായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് മറ്റൊന്ന് അരീക്കോടാണ്. അരീക്കോടിന്റെ ചരിത്രപരമായ പ്രസക്തിയുണ്ട് ഷബാബിന്റെ പിറവിയിൽ. ഷബാബിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അരീക്കോടിന്റെ മണ്ണും മനസ്സും ഇവിടുത്തെ ജീവിതങ്ങളും നൽകിയിട്ടുള്ള സംഭാവന വളരെ വിലമതിക്കാനാവാത്തതാണ്. ഈ ഗോൾഡൻ ജൂബിലി പതിപ്പിന്റെ പ്രകാശനത്തോടനുബന്ധിച്ച് നിരവധി പ്രമോ വീഡിയോകൾ നമ്മൾ തയ്യാറാക്കിയിരുന്നു. അതിലെല്ലാം തന്നെ ഷബാബുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഷബാബിന്റെ പ്രസ്സിൽ പ്രവർത്തിച്ചിരുന്നവർ, അതിന്റെ അച്ചടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അതിന്റെ എഡിറ്റോറിയലിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ. എഡിറ്റോറിയലും അച്ചടിയും മാത്രമല്ല, കേരളത്തിന്റെ മുക്കുമൂലകളിൽ അതിന്റെ വിതരണം പൂർത്തിയാക്കുന്ന നിരവധി ഏജന്റുമാരും പ്രവർത്തകരും ഈ ഷബാബിനുണ്ട്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഒരുപാട് കൈകളിൽ വൈകാരികമായി സ്പർശിച്ചിട്ടുള്ള ഒരു വാരികയാണ് ഷബാബ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി ഷബാബിന്റെ പ്രസക്തി ഉറങ്ങുന്ന ഒരു ഭൂമിക എന്ന നിലയിലാണ് ഈ അരീക്കോടിന്റെ മണ്ണിൽ വെച്ച് ഇതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അത് വളരെ സുസ്വാഗതം സ്നേഹപൂർവ്വം ഈ അരീക്കോട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ പതിപ്പിന്റെ പ്രകാശന കർമ്മത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഈ പതിപ്പിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് KNM മർക്കസ് ദഅവ പ്രസിഡന്റ് ബഹുമാനനായ CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖ വ്യക്തികൾ ചേർന്നാണ് ഷബാബിന്റെ ഗോൾഡൻ ജൂബിലി പതിപ്പ് പ്രകാശനം നിർവഹിക്കുക. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഷബാബിന്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖിയാണ്. തുടർന്ന് ഷബാബുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് പോലും നിരവധി അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകും. നമുക്ക് സമയപരിമിതിയുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ക്ഷണിച്ചിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഷബാബുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെക്കും. CP ഉമർ സുല്ലമി, NV അബ്ദുറഹിമാൻ സാഹിബ്, ഷബാബിന്റെ ദീർഘകാലം എഡിറ്റോറിയൽ വർക്ക് ചെയ്തിട്ടുള്ള EK പന്നൂർ, ഡോക്ടർ മുസ്തഫ ഫാറൂഖി, K അബ്ദുസലാം മാസ്റ്റർ, അലി പത്തനാപുരം, NM അബ്ദുൽ ജലീൽ മാസ്റ്റർ, ലബീദ് അരീക്കോട്. ഇവർ ഷബാബ് അനുഭവങ്ങൾ ഈ വേദിയിൽ പങ്കുവെക്കും. ആ സെഷൻ നിയന്ത്രിക്കുന്നത് ISMന്റെ ബഹുമാനനായ പ്രസിഡന്റ് ഡോക്ടർ അൻവർ സാദത്താണ്. തുടർന്ന് ഷബാബ് എക്കാലത്ത് നിർവഹിച്ചിട്ടുള്ള വൈജ്ഞാനിക പ്രയാണത്തിന്റെ സാക്ഷ്യപ്പെടുത്തലെന്നോണം വൈജ്ഞാനിക സെഷനാണ് ഇവിടെ നടക്കുന്നത്. രണ്ട് പ്രമുഖരാണ് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. ഒന്ന് CM മൗലവി ആലുവ, സമകാലിക മുസ്ലിം ചലനങ്ങൾ സാംസ്കാരിക പ്രതിരോധത്തിന്റെ വഴി എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കും. തുടർന്ന് റാഫി പേരാമ്പ്ര, ആദർശ പ്രതിബദ്ധതയും ഷബാബിന്റെ പ്രസക്തിയും എന്ന വിഷയത്തിൽ ഇവിടെ സംസാരിക്കും. ഈ വൈജ്ഞാനിക സെഷന് ആമുഖ ഭാഷണം നിർവഹിക്കുന്നത് ISMന്റെ ജനറൽ സെക്രട്ടറി ഹാസിൽ മുട്ടിലാണ്. എല്ലാവരെയും ഈ പരിപാടിയിൽ സംസാരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനായ ചീഫ് എഡിറ്റർ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖിയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.